നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു പ്രത്യേകതയുള്ള വീഡിയോ ആണ്. അത് ചെറിയൊരു കുട്ടി ചൊല്ലിയതാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. കഷ്ടിച്ച് 3 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുട്ടി ഒരു കവിത ചൊല്ലിയിട്ടുണ്ട്. ആ കവിത പൊതപ്പാട്ടിലെ നമ്മുടെ പ്രശസ്തമായ ഭാഗം ഉണ്ടല്ലോ, ആറ്റിൻ വക്കത്തെ മാളിക വീട്ടില, ആ ഭാഗമാണ് അവിടെ ചൊല്ലിയിട്ടുള്ളത്. അത് ചൊല്ലാനുള്ള അവിടെ പ്രചോദനം 1-2 വർഷം മുമ്പ് കവിതാരാമൻ ചാനലിന് വേണ്ടിയിട്ട് ഞാനും എൻ്റെ മക്കളും ചേർന്ന് പൂതപ്പാട്ട് പൂർണ്ണമായിട്ട് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് താഴെ അതിൽ ചേർക്കാം. അതിൽ ഈ ഭാഗം കുട്ടി കേട്ട് പഠിച്ചതാണത്രേ. ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ കേൾക്കും സ്വന്തം പഠിക്കും. അല്ലാതെ അച്ഛനും അമ്മയൊന്നും ബുദ്ധിമുട്ടി ഇങ്ങനെ ഇരുത്തി പഠിപ്പിച്ചതല്ല അർത്ഥം. ഇത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അത് അത്യാവശ്യം പ്രതിഭയുള്ള കുട്ടികൾക്ക്, ജന്മനാ പ്രതിഭയുള്ള കുട്ടികൾക്കാണ് സാധ്യമാവുള്ളൂ. ഈ കുട്ടിക്ക് അതിനൊരു സാധ്യതയുണ്ട്. കാരണം മാടമ്പി ജാതവേദൻ നമ്പൂതിരി എന്നൊരാളെക്കുറിച്ച് ശ്ലോകക്കാർക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്ന ശ്ലോകരംഗത്തെ കുലപതികളിൽ ഒരാളാണ്. അത്ര ആകർഷകമായ ആലാപന ശൈലി, അതുപോലെ തന്നെ ശ്ലോകങ്ങളുടെ ധാരാളിത്തം എല്ലാം കൊണ്ടും അദ്ദേഹം എല്ലാവിധ സർട്ടിഫിക്കറ്റുകളും അംഗീകാരങ്ങളും ശ്ലോകരംഗത്ത് മേടിച്ചയാളാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് മാടമ്പി ശങ്കരൻ, മറ്റൊരു ശ്ലോക ചക്രവർത്തി എന്ന് പറയാം. ഈ ശങ്കരൻ്റെ മരുമകളാണ് ഈ കുട്ടിയുടെ അമ്മ. എന്ന് വെച്ചാൽ മാടമ്പി ജാതവേദൻ നമ്പൂതിരിയുടെ പേരക്കുട്ടിയുടെ മകളാണ് എന്നർത്ഥം. ആരഭി എന്നാണ് പേര്. തീർച്ചയായിട്ടും അപ്പോൾ ഒരു ശ്ലോകത്തിൻ്റെ ഒരു വഴി, കവിതയുടെ ഒരു വഴി ഈ ഒരു പാരമ്പര്യത്തിലൂടെ ഈ കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടായിരിക്കാം. മറ്റൊന്ന്, ഈ കുട്ടിക്ക് സംഗീതം ഉണ്ടെന്ന് കേട്ടാൽ അറിയാം. ഈ കുട്ടിയുടെ മുത്തച്ഛൻ അദ്ദേഹം സുബ്രഹ്മണ്യൻ, അദ്ദേഹം സംഗീതാധ്യാപകനാണ്. മുത്തശ്ശി ടീച്ചറാണ്. അച്ഛനും അമ്മയും ശ്യാമ, ശ്രീജിത്ത്, ഇങ്ങനെ ഒരു സഹൃദയ കുടുംബം തന്നെയാണ്. അതുകൊണ്ടാണ് ഈ കുട്ടിക്ക് വേണ്ട പ്രോത്സാഹനവും കൊടുക്കുന്നത്. എന്തായാലും ഈ കുട്ടിയുടെ അവതരണം ഒന്ന് കേൾക്കൂ. ചെറിയ കുട്ടിയാണ് കേട്ടോ. നമ്മൾ അതിനനുസരിച്ചാണ്, ആ ഒരു മുൻവിധിയോട് കൂടിയാണ് ആ കുട്ടിയുടെ അവതരണം കേൾക്കേണ്ടത്. ഒന്ന് കേട്ടു നോക്കൂ. ആരഭിയുടെ അവതരണം കേട്ടില്ലേ? ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ ധാരാളം കുട്ടികൾ ചെയ്യുന്നതായിരിക്കും. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ കവിതകളും ഇങ്ങനെ കഥകളും ഒക്കെ ആയിട്ട് ഈ ചാനലിലൂടെയൊക്കെ പല ചാനലിലൂടെയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായി കിട്ടുന്ന ഒരു റിവാർഡാണ് ഇത്തരത്തിലുള്ള ചില അനുഭവങ്ങൾ. അതായത് നമ്മുടെ ഈ വീഡിയോ കണ്ട് കുട്ടികൾ കവിത പഠിക്കുന്നു, കേൾക്കുന്നു എന്നൊക്കെ പറയുന്ന വലിയ കാര്യമല്ലേ? നമ്മൾ ചെയ്യുന്ന വീഡിയോസ് ഒരുപാട് പേര് വൈറലാവുന്നു എന്നൊന്നും കഴിയില്ല. ഒരു കവിതയുടെ ചാനലൊന്നും അങ്ങനെ ആവില്ല, അതിനും താല്പര്യമില്ല. നേരെ മറിച്ച് കുറച്ച് പേർക്കെങ്കിലും അവരിൽ കവിത പ്രവർത്തിക്കാൻ ഉള്ള ഒരു പ്രേരണ ഉണ്ടാക്കിയാൽ നന്നായി. ഭാഷ അവർക്ക് വശാക്കാൻ കഴിഞ്ഞാൽ നന്നായി. ഭാഷ ഉള്ളവർക്ക് ജീവിതം കൈമോശം വരില്ല എന്നുള്ളതാണ് കേട്ട ഒരറിവ്. എന്തായാലും
ഇതുപോലുള്ള കുട്ടികൾക്ക് ഇനിയും കവിതകൾ പഠിക്കാൻ പറ്റട്ടെ. കവിതകളും കഥകളും ഒക്കെ കുട്ടികളെ കേൾപ്പിക്കാൻ രക്ഷിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അത് അവരുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് തീർച്ചയായിട്ടും സഹായിക്കും. ഇന്ന് ഇത്രമാത്രം.